അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഏതാണ്? രണ്ട് പേരുകളെ കുറിച്ച് ഞാൻ പറയാം. കിതാബിൽ പറഞ്ഞ രണ്ട് പേരുകൾ. നിങ്ങളുടെ പേര് ഇതിലുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് പേരുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് പേരുകൾ മുഅ്ജമുൽ കബീർ എന്ന കിതാബിൽ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ആ രണ്ട് പേരുകളിൽ ഒന്നാമത്തെ പേര്? ഒന്നാമത്തെ പേര് അബ്ദുള്ള എന്നുള്ളതാണ്. അബ്ദുള്ള 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 അള്ളാഹുവിന്റെ അടിമ എന്നാണ് അതിന്റെ അർത്ഥം. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. അബ്ദുള്ള അള്ളാഹിന്റെ അടിമ. നമ്മുടെ മക്കൾക്കൊക്കെ പേരിടണം, കഴിയുന്നവരൊക്കെ. വലിയ നേട്ടമുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ. അള്ളാഹുവിന് അടിമ എന്ന് പറഞ്ഞ വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തെ ഒരു പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അബ്ദുറഹ്മാൻ. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമയാണെന്ന് ഞാൻ പറഞ്ഞു. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യവാൻ എന്നാണ് അർത്ഥം. കാരുണ്യവാൻ എന്ന് പറയുമ്പോൾ അബ്ദുറഹ്മാൻ കാരുണ്യമുള്ള റബ്ബിന്റെ അടിമയാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മളത് ആ പേര് നമ്മളൊരു കുട്ടിക്ക് ഇട്ടാൽ ആ കുട്ടി നന്നാവാൻ അത് കാരണമാകും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരുള്ള കുട്ടിയില്ലേ. അപ്പൊ നമ്മൾ ചോദിച്ചു, അബ്ദുള്ള എന്ന പേരുള്ള കുട്ടി ആൾക്കാരൊക്കെ കേടന്ന് മോശമായിട്ടുണ്ടല്ലോ. അത് പേര് കൊണ്ട് മാത്രം നന്നാവും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരാൾ നന്നാവാൻ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് പേര് തന്നെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും അർത്ഥമില്ലാത്ത ഏതെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ യൂട്യൂബിൽ കണ്ട പേരിടുന്നതിന് പകരം നല്ല അർത്ഥമുള്ള പേര് എത്ര ഉണ്ട്? അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പൊ മുഹമ്മദ് എന്ന് പറഞ്ഞ പേര് നല്ല പേരല്ലേ ഉസ്താദ് ചോദിച്ചു. വളരെ സൂപ്പർ അടിപൊളി പേരാണ്. പക്ഷെ അതിന്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ആ പേരുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും പറയുകയും ചെയ്യാം. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.